ഹരേ കൃഷ്ണ. ഇനി നമുക്ക് 91 ശ്ലോകമാണ് നോക്കാനുള്ളത്. ഭക്തിസുതാഭ്യാം സഹ രക്ഷിതാ സാ ശാസ്ത്രേ സ്വകീയേപി തദാശുകേന അതോ ഹരിർഭാഗവതസ്യ സേവനാത് ചിത്തം സമായാതി ഹി വൈഷ്ണവാനാം. ഭക്തിസുതാഭ്യാം സഹ രക്ഷിതാ സാ. സാ എന്ന് പറഞ്ഞാൽ അവൾ എന്നുള്ള അർത്ഥം. ഇവിടെ പറയുകയാണ് ഭക്തിസുതാഭ്യാം. ശ്രീ ശുക മഹർഷി ശാസ്ത്രേ സ്വകീയേപി തദാശുകേന, ശുകേന ശ്രീ ശുക മഹർഷിയാൽ രചിക്കപ്പെട്ടിട്ടുള്ള ശാസ്ത്രേ, ഇതം ഭാഗവതം ശാസ്ത്രം. ഇവിടെ ശാസ്ത്രം എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ ഭാഗവതമാകുന്ന ശാസ്ത്രം. ആ ഭാഗവതമാകുന്ന ശാസ്ത്രഗ്രന്ഥത്തിൽ, ഈ ശ്രീമദ് ഭാഗവതത്തിൽ ശ്രീ ശുക മഹർഷി അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു? ഭക്തി സുതാഭ്യാം സഹ, ആ ഭക്തിദേവിയെ പുത്രന്മാരോടുകൂടി തന്നെ രക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ശ്രീമദ് ഭാഗവതത്തിൽ ഉടനീളം തന്നെയും ആ ഭക്തിദേവിയെ തൻ്റെ 2 പുത്രന്മാരായ ജ്ഞാനവൈരാഗ്യങ്ങളോട് ചേർത്ത് തന്നെ ആദ്യന്തം എല്ലാ കഥയിലും എല്ലാ വരിയിലും ഓരോ അക്ഷരത്തിലും അങ്ങനെ ശ്രീ ശുക മഹർഷി സംരക്ഷിച്ചു നിർത്തിയിരിക്കുന്നു. അഥവാ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ ഇരിപ്പിടമാണ് ഈ ഒരു ശ്രീമദ് ഭാഗവത ഗ്രന്ഥം. ഭക്തിയിലൂടെ ജ്ഞാനവൈരാഗ്യങ്ങളെ നേടുന്നതിന് ഏറ്റവും ഉത്തമമാണ് ഈ ഒരു ഗ്രന്ഥം. അങ്ങനെ ഈ ഒരു ഗ്രന്ഥത്തിൽ ഉടനീളം ശ്രീ ശുക മഹർഷി തന്നെ സംരക്ഷിച്ചു കൊണ്ടുപോയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അതോ ഹരിർഭാഗവതസ്യ സേവനാ ചിത്തം സമായാതി ഹി വൈഷ്ണവാനാം. ഭാഗവതസ്യ സേവനാത് ചിത്തം സമായാതി ഹരേ. വൈഷ്ണവാനാം വിഷ്ണുഭക്തന്മാര് ഭാഗവതസ്യ സേവനാത്, ഈ ശ്രീമദ് ഭാഗവതത്തെ സേവിക്കുന്നതിലൂടെ തന്നെ ഹരിർ സമായാതി ചിത്തം, നമ്മുടെ അങ്ങനെ ശ്രീമദ് ഭാഗവത കഥ, ശ്രീമദ് ഭാഗവതത്തെ ഉപാസിക്കുന്നതിലൂടെ, ശ്രീമദ് ഭാഗവത കഥയെ കേൾക്കുന്നതിലൂടെ, അറിയുന്നതിലൂടെ, പഠിക്കുന്നതിലൂടെ, അതുകൊണ്ട് തന്നെ ചിത്തത്തിൽ ഹരിഹി, ശ്രീഹരി ഭഗവാൻ സമായാതി, വന്ന് ഉപസ്ഥിതനായിരിക്കും. കാരണം ഭഗവാൻ കൊടുത്ത അനുഗ്രഹവും അതുതന്നെയാണ്, അവരോടൊപ്പം എപ്പോഴും ഉണ്ടാവുമെന്ന്. അതുകൊണ്ട് ഈ ഭാഗവത കഥ എന്ന് പറയുന്നത് തന്നെ ഭക്തിജ്ഞാന വൈരാഗ്യങ്ങളുടെ ഒരു ലീലാവിഹാര കേന്ദ്രമാണ്. ആദ്യന്തം അതങ്ങനെ നിറഞ്ഞു നിൽക്കുന്നു. അപ്പോൾ ശ്രീമദ് ഭാഗവത കഥയെ കയ്യിലെടുക്കുന്നവർക്ക് അതുകൊണ്ട് അങ്ങനെയൊരു ഗുണവും കൂടിയുണ്ട്. ഭഗവാൻ സദാ ചിത്തത്തിൽ വന്നിരിക്കും. അവരാകട്ടെ എപ്പോഴും ഈ ജ്ഞാനവൈരാഗ്യങ്ങളുടെ ആ ഒരു അവസ്ഥയെ പ്രാപിച്ചുകൊണ്ട് ഭക്തിമാർഗത്തിലൂടെ സദാ ഭഗവാനെ അനുഭവിച്ചു കൊണ്ടിരിക്കുവാനുള്ള ഒരു അവസരവും അവർക്ക് കൈവരുന്നു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ഭക്തിസുതാഭ്യാം സഹ രക്ഷിതാ സാ ശാസ്ത്രേ സ്വകീയേപി തദാശുകേന അതോ ഹരിർഭാഗവതസ്യ സേവനാത് ചിത്തം സമായാതി ഹി വൈഷ്ണവാനാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഭക്തി, അവിടെയൊരു വിസർഗമുണ്ട്, പകുതി ഹകാരത്തിൽ വായിക്കുക. ബാക്കിയുള്ളതൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 92 ശ്ലോകമാണ്. ദാരിദ്ര്യ ദുഃഖജ്വരദാഹിതാനാം മായാപിശാചി പരിമർദിതാനാം സംസാര സിന്ധൗ പരിപാതിതാനാം ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജതി. ദാരിദ്ര്യ ദുഃഖജ്വരദാഹിതാനാം. ദാരിദ്ര്യം, ദുഃഖം, ജ്വരം. ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പട്ടിണി എന്നുള്ള ഒരർത്ഥം, അതായത് കഴിക്കുവാൻ ഭക്ഷണമില്ലാത്ത ഒരവസ്ഥ എന്നല്ല.
ഈ ലോകത്ത് എല്ലാവരും ദരിദ്രരാണ്. ഒന്നല്ലെങ്കിൽ മറ്റൊന്നിൻ്റെ കുറവുള്ളത് കൊണ്ടാണ് അതിൻ്റെ പിന്നാലെ എപ്പോഴും മനസ്സ് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കുറവുകൾ എല്ലാവർക്കുമുണ്ട്. എല്ലാവരും അതുകൊണ്ട് തന്നെ ദരിദ്രരാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അങ്ങനെയുള്ള ദാരിദ്ര്യം, അതേപോലെ ദുഃഖം, ഈ ദാരിദ്ര്യം, അതായത് തൻ്റെ കുറവുകളെ നികത്തുവാൻ വേണ്ടി എന്തൊക്കെയോ നേടുവാനുള്ള പ്രയാണം അവർക്ക് നൽകുന്നതാകട്ടെ ദുഃഖവുമാണ്. ഇപ്പോൾ ഇന്ന് സുഖത്തെ നൽകുന്നതൊക്കെ നാളെ ദുഃഖിപ്പിക്കുന്നതാണ്. ഇന്ന് നമ്മൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, നമുക്ക് കുറവുള്ള എന്തെങ്കിലും, അത് ധനമായിക്കോട്ടെ മറ്റു ഭൗതിക നേട്ടങ്ങളായിക്കോട്ടെ, അതിന് വേണ്ടി പരക്കം പായുമ്പോൾ ഒരുപാട് ദുഃഖങ്ങളെ നേരിടേണ്ടി വരുന്നു, ഒരുപാട് പ്രയാസങ്ങളെ നേരിടേണ്ടി വരുന്നു. ഇനി അത് നേടിയാൽ തന്നെയും ആ നേടുമ്പോഴുണ്ടാകുന്ന ആ ഒരു ആനന്ദം അല്ലെങ്കിൽ ഒരു സന്തോഷം എന്ന് പറയുന്നത് അതും നൈമിഷികമാണ്. കുറച്ച് കഴിയുമ്പോൾ, അത് കാലം പോകെ ആ ഒരു സുഖവും സന്തോഷവും ഒക്കെ കുറയും. വീണ്ടും അതിനു മേലെ മറ്റെന്തോ വേണമെന്ന ചിന്തയോടുകൂടി വീണ്ടും പരക്കം പായും. അപ്പോൾ സുഖവും ദുഃഖവും ശാശ്വതമല്ല. അത് ഇന്ന് സുഖത്തെ തരുന്ന നാളെ ദുഃഖത്തെ തരും. വീണ്ടും പുതിയ സുഖങ്ങൾ തേടി മനുഷ്യൻ പാഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇങ്ങനെ നോക്കിയാൽ എല്ലാവരും ഒരർത്ഥത്തിൽ ദരിദ്രരാണ്. അപ്പോൾ ആ ദാരിദ്ര്യം, അതുപോലെ തന്നെ ദുഃഖം, ജ്വരം എന്ന് പറഞ്ഞാൽ ശരീര സംബന്ധമായിട്ടുള്ള, അത് രോഗാദികളാകാം, പലതരത്തിലുള്ള വൈഷമ്യങ്ങൾ, അവയൊക്കെയും ദാഹിതാനാം എന്നിവയാൽ ദഹിപ്പിക്കപ്പെടുന്നവർ, അതായത് ദുഃഖിക്കപ്പെടുന്നവരായിട്ടുള്ളവർ, മായാപിശാചി പരിമർദ്ദിതാനാം, മായയാകുന്ന പിശാചിയാൽ, അതൊരു വലയാണ്. ആ ഒരു അതിൻ്റെ ഒരു കരാളദംശത്തിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാനാവുന്നില്ല. നമ്മളൊക്കെ മായയിൽപ്പെട്ട് ഭ്രമിക്കുന്നവരാണ്. അപ്പോൾ അങ്ങനെ മായാപിശാചി പരിമർദ്ദിതാനാം, ആ ഒരു മായയുടെ കരവലയത്തിൽ കിടന്ന് പരിമർദ്ദിതാനാം പീഡിപ്പിക്കപ്പെടുന്നവരുടെയും, സംസാരസിന്ധൗ പരിപാതിതാനാം, സംസാരസിന്ധൗ ഈ സംസാരസാഗരത്തിൽ ജരാമരണാദി രൂപത്തോടു കൂടിയ ഈ ഒരു സംസാര സമുദ്രത്തിൽ പരിപാതിതാനാം, മുങ്ങിയും പൊങ്ങിയും ഒക്കെ ക്ലേശം അനുഭവിക്കുന്നവരായി അവർക്കും ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജതി, ക്ഷേമായ ക്ഷേമത്തിനായിക്കൊണ്ട് വൈ ഭാഗവതം പ്രഗർജതി, അതായത് ഞാൻ മാത്രം മതിയെന്ന ശ്രീമദ് ഭാഗവതം തന്നെ ഉച്ചത്തിൽ, പ്രഗർജതി എന്ന് പറഞ്ഞാൽ ഉച്ചത്തിൽ വിളിച്ചു പറയുന്നു. അപ്പോൾ ഈ ഇത്രയും 3 കൂട്ടരുടെ കാര്യമാണ് ഇവിടെ പറഞ്ഞത്, അല്ലേ? ദാരിദ്ര്യം, ദുഃഖം, അതേപോലെ തന്നെ ജ്വരം, ഇത് 3ഉം കൊണ്ട് ദഹിപ്പിക്കപ്പെടുന്നവർ, മായയാകുന്ന ആ ഒരു വലയിൽപ്പെട്ട് പീഡിപ്പിക്കപ്പെടുന്നവർ, അതുപോലെ ഈ സംസാര സാഗരത്തിൽ ജനനമെടുക്കുന്നു, മരണമെടുക്കുന്നു, വീണ്ടും ജനിക്കുന്നു, വീണ്ടും മരിക്കുന്നു, ഈ ഒരു ചക്രത്തിൽ കിടന്ന് ഉഴന്നുകൊണ്ടിരിക്കുന്നവർക്കും അവരുടെയൊക്കെ ക്ഷേമത്തിനായിക്കൊണ്ട് ഞാൻ മാത്രം മതിയെന്ന് ഭാഗവതം തന്നെ നമ്മളോട് വിളിച്ചു പറയുന്നു. എന്ന് പറഞ്ഞാൽ ഈ 3 കൂട്ടത്തിൽ ഏതെങ്കിലും ഒന്നിൽ പെടുന്നവരാണ് എല്ലാവരും, അഥവാ ഈ 3 കൂട്ടത്തിലും പെടുന്നവരാണ് നമ്മളൊക്കെ എന്നും നമുക്ക് കാണാം. നമ്മളൊക്കെ ജനിക്കുന്നു, മരിക്കുന്നു, നമ്മൾ അറിയുന്നില്ല എന്ന് മാത്രം. ഈ ചക്രത്തിൽ തന്നെ നമ്മൾ കിടക്കുകയാണ് എന്നുള്ളത് അറിയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ അങ്ങനെ ഈ സംസാര സാഗരത്തിൽ മുങ്ങിപ്പൊങ്ങിയും മായയുടെ വലയിൽപ്പെട്ട് നമ്മളും വലഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യം അറിയാമെങ്കിലും, അത് എന്താണോ ഈ ജീവിതത്തിൽ നേടേണ്ടതെന്നറിയാമെങ്കിലും പലപ്പോഴും മനസ്സ് നമ്മളെ പുറകോട്ട് വലിക്കുന്നുണ്ട്, പല ഭൗതികമായ വിഷയങ്ങളുടെ പിന്നാലെയും പോകുവാൻ പ്രേരിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെ ആ മായാശക്തിയുടെ ഒരു ലീലയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആ മായയാൽ 4 ഭാഗത്ത് നിന്നും പീഡിപ്പിക്കപ്പെടുന്നവരാണ് നമ്മളൊക്കെ, അല്ല? ഇന്ദ്രിയങ്ങൾ നമ്മളെ പല മാർഗങ്ങളിലേക്ക്, പല വഴികളിലേക്കാണ് വലിച്ചു കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ നമുക്കറിയാം, ഭാഗവതത്തിൽ തന്നെ പറയുന്നു, ഈ ഇന്ദ്രിയങ്ങൾ നമ്മളെ വഞ്ചിക്കുകയാണെന്നാണ് പറയുന്നത്. നമ്മൾ മനസ്സിൽ, നമ്മുടെ ഉള്ളിൽ നമുക്ക് ആ ഒരു ചിന്ത ഉണ്ടായിരുന്നാൽ പോലും, ഈശ്വരനിലേക്ക് എത്തുകയാണ് ഈ ജന്മത്തിൻ്റെ പരമമായ ലക്ഷ്യമെന്ന് അറിയുമ്പോൾ പോലും നമ്മുടെ ഇന്ദ്രിയങ്ങൾ കണ്ണൊരു വഴിക്ക് വലിച്ചുകൊണ്ട് പോകുന്നു, കാത് മറ്റൊരു വഴിക്ക് വലിച്ചുകൊണ്ട് പോകുന്നു, മൂക്ക് മറ്റൊരു വഴിക്ക് വലിച്ചുകൊണ്ട് പോകുന്നു, നാവ് വേറൊരു വഴിക്ക് കൊണ്ടുപോകുന്നു. ഇങ്ങനെ ഇന്ദ്രിയാദി സുഖങ്ങളിൽ നമ്മളെ ഇട്ട് കറക്കിക്കൊണ്ടിരിക്കുകയാണ്, മഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇന്ദ്രിയങ്ങൾ
വഞ്ചകരാണ്, നമ്മളെ വഞ്ചിച്ചു കൊണ്ടിരിക്കുകയാണ്. പരമാർത്ഥത്തെ അറിയുമ്പോഴും അതിൽ നിന്നും പിടിച്ചു വലിച്ച് പല വഴിക്ക് നമ്മളെ വലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതിലൊക്കെ പെടുന്നവരാണ് നമ്മൾ. ദാരിദ്ര്യമുണ്ട്, ദുഃഖമുണ്ട്, ജ്വരമുണ്ട്, എല്ലാമുണ്ട്. അപ്പോൾ ഈ 3 ഗണങ്ങളിലും പെടുന്നതാണ് സർവ്വചരാചരങ്ങളും. അപ്പോൾ എല്ലാവർക്കും ക്ഷേമത്തിനായിക്കൊണ്ട് ഞാനുണ്ട് എന്ന് ശ്രീമദ് ഭാഗവതം തന്നെ ഉറക്കെ പ്രഗർജതി, ഉറക്കെ വിളിച്ചു പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിക്കുകയേ വേണ്ടൂ. നമ്മുടെ ക്ഷേമത്തിന് ഇതിനേക്കാൾ മികച്ചതായി മറ്റൊന്നില്ല എന്നർത്ഥം. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ദാരിദ്ര്യ ദുഃഖജ്വരദാഹിതാനാം മായാപിശാചി പരിമർദിതാനാം സംസാരസിന്ധൗ പരിപാതിതാനാം ക്ഷേമായ വൈ ഭാഗവതം പ്രഗർജതി. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഇതിനകത്തെ ആദ്യത്തെ വരിയിൽ 2 വാക്കുകളേ ഉള്ളൂ. ദാരിദ്ര്യ ദുഃഖജ്വരദാഹിതാനാം, അതത്രയും ചേർത്ത് വായിക്കുക. മായാപിശാചി പരിമർദിതാനാം, അതും ചേർത്ത് വായിക്കുക. ബാക്കിയൊക്കെ എളുപ്പമുള്ള വാക്കുകളാണ്. ഇനി അടുത്തത് 93-ാമത്തെ ശ്ലോകമാണ്. ഇനി ശൗനക മഹർഷി വീണ്ടും തുടരുകയാണ്. ശൗനക ഉവാച ശുകേനോക്തം കഥാ രാജ്ഞേ ഗോകർണേന കഥാ പുനഃ സുരർഷയേ കഥാ ബ്രാഹ്മൈശ്ചിന്തി മേ സംശയം ത്വിമം. ശുകേനോക്തം കഥാ രാജ്ഞേ ഗോകർണേന കഥാ പുനഃ. ശുകേന ഉക്തം, ശ്രീശുക മഹർഷിയാൽ പറയപ്പെട്ടിട്ടുള്ളതായ കഥാ രാജ്ഞേ ഗോകർണേന കഥാ പുനഃ. ഈ പരീക്ഷിത് മഹാരാജാവിന് ശ്രീശുക മഹർഷി പറഞ്ഞുകൊടുത്തതും അതുപോലെ ഗോകർണേന കഥാ പുനഃ, ഗോകർണൻ ധുന്ധുകാരിയുടെ ആ ഒരു പ്രേതഭാവത്തിൽ നിന്നുള്ള മോചനത്തിനായിക്കൊണ്ടും പറഞ്ഞു കൊടുത്തിട്ടുള്ള ഈ ഭാഗവത കഥ കഴിഞ്ഞില്ല. സുരർഷയെ കഥാ ബ്രാഹ്മൈ ചിന്തിമേ സംശയം ത്വിമം. സുരർഷയെ കഥാ ബ്രാഹ്മൈ. സുരർഷി എന്ന് പറഞ്ഞാൽ ദേവർഷിയായിട്ടുള്ള ശ്രീ നാരദ മഹർഷിക്ക് ബ്രാഹ്മൈ ബ്രഹ്മപുത്രന്മാരായിട്ടുള്ള സനകാദി മഹർഷിമാർ പറഞ്ഞുകൊടുത്ത ഈ ഭാഗവത കഥ ഇവിടെ ചോദിക്കുകയാണ്. ഇതൊരു ചോദ്യമാണ്. കഥ എന്ന് പറഞ്ഞാൽ എപ്പോഴാണ് ഇങ്ങനെ ഈ 3 ഘട്ടങ്ങളിൽ 3 പേരാൽ 3 വ്യത്യസ്ത ആളുകളിലേക്ക് എത്തിച്ചേർന്ന ഈ ഭാഗവത കഥ, ഇത് ഈ സപ്താഹമൊക്കെ എവിടെയാണ് നടന്നത്, എന്നാണ് നടന്നത്, ഏത് കാലത്താണ് ഇതൊക്കെ നടന്നത്, ഇതൊക്കെയൊന്ന് ചിന്തിമേ സംശയം ത്വിമം. ഇമം സംശയം ചിന്തി, എൻ്റെ ഈ സംശയത്തെ ചിന്തി മാറ്റിത്തരണമേ, തീർത്തു തരണമേ എന്ന് ശ്രീ ശൗനക മഹർഷി സൂതനോടായിട്ട് പറയുകയാണ്. എനിക്കൊരു സംശയം, ഇതൊക്കെ 3 ഇടങ്ങളിൽ വെച്ചിട്ടാണ് ശ്രീശുക മഹർഷിയാൽ പരീക്ഷിത് മഹാരാജാവിന് പറയപ്പെടുന്നത്. അതേപോലെ തന്നെ ഗോകർണൻ തൻ്റെ സഹോദരനായിട്ടുള്ള ധുന്ധുകാരിക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അതേപോലെ ദേവർഷിയായിട്ടുള്ള ശ്രീ നാരദ മഹർഷിക്ക് ബ്രഹ്മാവ് ഭാഗവത കഥ ഉപദേശിക്കുന്നത്, ഇതൊക്കെ 3 ഇടത്ത് വെച്ചാണ്. അപ്പോൾ ഇതൊക്കെ ഏത് കാലത്താണ് നടന്നത് എന്ന് എനിക്കൊന്ന് പറഞ്ഞു തന്നാലും എന്ന് സൂതനോട് ശ്രീ ശൗനക മഹർഷി ചോദിക്കുകയാണ്. എൻ്റെ ഈ സംശയത്തെ തീർത്തു തരയണമേ. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ശൗനക ഉവാച ശുകേനോക്തം കഥാ രാജ്ഞേ ഗോകർണേന കഥാ പുനഃ സുരർഷയേ കഥാ ബ്രാഹ്മൈശ്ചിന്തി മേ സംശയം ത്വിമം. ഇവിടെ ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, പുനഃ എന്ന് പറയുന്നിടത്ത് വിസർഗമുണ്ട്. അതേപോലെ ബ്രാഹ്മൈശ്ചിന്തി, അവിടെയും ശ്രദ്ധിച്ചു വായിക്കുക. ഇനി അടുത്തത് 94-ാമത്തെ ശ്ലോകമാണ്. സൂത ഉവാച ആകൃഷ്ണ നിർഗമാത്രിംശദ്വർഷാധികഗതേ കലൗ നവമീതോ നഭസ്യേ ച കഥാരംഭം ശുകോകരോത്. സൂത ഉവാച, സൂതൻ പറഞ്ഞു, ആകൃഷ്ണ നിർഗമാത്രിംശദ്വർഷാധികഗതേ കലൗ.
ആകൃഷ്ണ നിർഗമാത്. ശ്രീകൃഷ്ണ ഭഗവാൻ നിർഗമാത് ഈ ഭൂമിയിൽ നിന്നും പോയതിന് ശേഷം, അതായത് കലികാലത്തിനു മുൻപ്, ദ്വാപരയുഗത്തിൻ്റെ ഒടുവിൽ, ത്രിംശദ്വർഷാധികഗതേ 30 വർഷ അധികഗതേ കലൗ. 30 എന്ന് പറഞ്ഞാൽ, അതായത് ഭഗവാന് ഈ ഭൂമിയിൽ നിന്നും പോയതിന് ശേഷം 30 വർഷ അധികഗതേ 30 വർഷം, 30ാമത്തെ വർഷം കൂടിക്കഴിഞ്ഞപ്പോൾ, അധികഗതേ കലൗ ഈ കലിയുഗത്തിൽ 30 വർഷം കൂടി കഴിഞ്ഞ സമയത്ത്, നവമീതോ നഭസ്യേച്ച കഥാരംഭം ശുകോകരോത്. അതായത് 30 വർഷം കഴിഞ്ഞപ്പോൾ, 30ാമത്തെ വർഷത്തിൽ കന്നിമാസത്തിൽ ശുക്ലനവമി ദിവസം, നവമീതോ നഭസ്യേ ശുക്ലനവമി ദിവസം മുതൽക്ക് ച കഥാരംഭം ശുകോ അകരോത്. കഥ ശ്രീശുക മഹർഷി പരീക്ഷത്തിനായിട്ട് ഉപദേശിച്ചു കൊടുത്തു. അതായത് ആ ശുക്ലനവമി ദിവസം മുതൽക്കാണ് ശ്രീശുക മഹർഷി പരീക്ഷിത്ത് മഹാരാജാവിനായിക്കൊണ്ട് ഭാഗവത കഥ തുടർന്നുള്ള 7 ദിവസങ്ങളിലായിട്ടാണ് ഈ കഥ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഒരു ചോദ്യത്തിനുള്ള ഉത്തരമായി ആദ്യത്തെ ചോദ്യം, ശ്രീശുക മഹർഷി എപ്പോഴാണ് പരീക്ഷിത്ത് മഹാരാജാവിന് ഈ കഥ പറഞ്ഞു കൊടുത്തത്? ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാപരയുഗത്തിൻ്റെ ഒടുവിൽ ഈ ഭൂമിയിൽ നിന്നും പോയി ഏകദേശം 30ാമത്തെ വർഷമാണ്. അത് 30ാമത്തെ വർഷം കന്നിമാസം, അതുപോലെ ശുക്ലനവമി ദിവസം മുതൽക്കുള്ള 7 ദിവസങ്ങളിലായിട്ടാണ് ഭാഗവത കഥാ സപ്താഹ രൂപത്തിൽ പരീക്ഷിത്ത് മഹാരാജാവിനായിട്ട് പറഞ്ഞു കൊടുക്കുന്നത്. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. ആ കൃഷ്ണ നിർഗമാത്രിംശദ്വർഷാധികഗതേ കലൗ നവമീതോ നഭസ്യേ ച കഥാരംഭം ശുകോകരോത്. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 30 വർഷാധികഗതേ, 30 വർഷ അധികഗതയാണ്. പദം പിരിക്കേണ്ട, കഴിയുന്നതും ചേർത്ത് തന്നെ വായിക്കുക. 30 വർഷാധികഗതേ. പിന്നെ ശുകോ അകരോതാണ്, വിശ്ലേഷണമുള്ളത് കൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക. ഇനി അടുത്തത് 95ാമത്തെ ശ്ലോകമാണ്. പരീക്ഷിശ്രവണാന്തേ ച കലൗ വർഷശതദ്വയേ ശുദ്ധേ ശുചൗ നവമ്യാം ച ധേനുജോ കഥയത് കഥാം. പരീക്ഷിശ്രവണാന്തേ ച കലൗ വർഷശതദ്വയേ. ഇനി പരീക്ഷിത്ത് മഹാരാജാവിന് എപ്പോഴാണ് ഈ കഥ, ഈ ഭാഗവത കഥ ലഭിച്ചത് എന്നാണെങ്കിൽ, പരീക്ഷിത്ത് മഹാരാജാവിൻ്റെ നമ്മളിപ്പോൾ പറഞ്ഞു അല്ലേ, പരീക്ഷിത്ത് മഹാരാജാവിനായിട്ട് ശ്രീശുക മഹർഷി എപ്പോഴാണ് ഇത് പറഞ്ഞു കൊടുത്തതെന്ന് പറഞ്ഞു. അപ്പോൾ പരീക്ഷിത് ശ്രവണ അന്തേ, പരീക്ഷിത്തിൻ്റെ ശ്രവണത്തിൻ്റെ അവസാനം, കഥാശ്രവണത്തിന് ശേഷം, അഥവാ ശ്രീശുക മഹർഷി പരീക്ഷിത്ത് മഹാരാജാവിന് ഇത് പറഞ്ഞു കൊടുത്തതിന് ശേഷം, കലൗ വർഷശതദ്വയേ, കലിവർഷം, കലൗ എന്ന് പറഞ്ഞാൽ ഈ കലിവർഷം, വർഷശതദ്വയേ, ശതം 100, ദ്വയം 2, 200 വർഷം കഴിഞ്ഞപ്പോൾ, ശുദ്ധേ ശുചൗ നവമ്യാം ച ധേനുജോ കഥയത് കഥാം. ധേനുജ എന്ന് പറഞ്ഞാൽ ഗോകർണന് അകഥയത് കഥാം, ഈ കഥ സപ്താഹ കഥ പറഞ്ഞുകൊടുത്തു തൻ്റെ സഹോദരനായിക്കൊണ്ട്. എന്നാ ശുദ്ധേ ശുചൗ നവമ്യാം ച, കർക്കിടക മാസത്തിലെ ശുക്ലനവമി ദിവസത്തിൽ. മറ്റേത് ശ്രീശുക മഹർഷി പരീക്ഷിത്ത് മഹാരാജാവിന് ഉപദേശിച്ചു കൊടുത്തത് കന്നിമാസത്തിലെ ശുക്ലനവമി ദിവസത്തിലാണെങ്കിൽ, അതിനുശേഷം ഗോകർണൻ തൻ്റെ സഹോദരനായിട്ടുള്ള ധുന്ധുകാരിക്കായിട്ട് ഈ ഭാഗവത കഥ ഉപദേശിച്ചു കൊടുക്കുന്നത് കലിവർഷം തുടങ്ങി ഏകദേശം 200 വർഷമായപ്പോൾ കഴിഞ്ഞപ്പോഴാണ്. മറ്റേത് 30 വർഷമായിരുന്നെങ്കിൽ 200 വർഷം കഴിഞ്ഞപ്പോൾ കർക്കിടക മാസത്തിലെ ശുക്ലനവമി ദിവസമാണിത് ഭാഗവത കഥ
തുടങ്ങി 7 ദിവസം കൊണ്ട് സപ്താഹ രൂപത്തിൽ അത് പറഞ്ഞു കൊടുത്തത്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യത്തിനുമുള്ള ഉത്തരമായി ശൗനക മഹർഷി 3 ചോദ്യമായിരുന്നു ചോദിച്ചത്. ആദ്യം ശ്രീശുക മഹർഷി എപ്പോഴാണ് പരീക്ഷിത് മഹാരാജാവിന് പറഞ്ഞു കൊടുത്തത്? ഗോകർണൻ എപ്പോഴാണ് ധുന്ധുകാരിക്ക് പറഞ്ഞു കൊടുത്തത്? ഇതൊക്കെ ഏതേത് കാലഘട്ടത്തിലാണ് ഈ സപ്താഹം നടന്നത്? അപ്പോൾ 2 ചോദ്യത്തിനുള്ള ഉത്തരം ആയിക്കഴിഞ്ഞു. നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. പരീക്ഷിത് ശ്രവണാന്തേ ച കലൗ വർഷശതദ്വയേ ശുദ്ധേഷു ച നവമ്യാം ച ധേനുജോ കഥയത് കഥാം. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: പരീക്ഷിത് ശ്രവണാന്തേ, പരീക്ഷിത് ശ്രവണ അന്തേ, പരീക്ഷിത് മഹാരാജാവ് ഇത് കേട്ടതിന് ശേഷം എന്നാണ്. പക്ഷേ പദം പിരിക്കണ്ട, ചേർത്ത് തന്നെ വായിക്കുക. പരീക്ഷിത് ശ്രവണാന്തേ. പിന്നെ ധേനുജോ കഥയത് കഥാം, ധേനുജോ കഥയത്, അവിടെ വിശ്ലേഷണമുള്ളത് കൊണ്ട് ഒകാരം നീട്ടിയെടുക്കുക. ധേനുജ എന്ന് പറഞ്ഞാൽ പശുവിന് ഉണ്ടായത്, അതായത് ഗോകർണൻ. ഇനി അടുത്തത് 96-ാമത്തെ ശ്ലോകമാണ്. ഈ ഒരു ശ്ലോകം കൂടെ നോക്കിയിട്ട് നമുക്ക് ഇന്നത്തെ സത്സംഗം നിർത്താം. അപ്പോൾ 3 ചോദ്യങ്ങൾക്കുള്ള ഉത്തരവും കൂടി പൂർത്തിയാക്കാം. തസ്മാദപി കലൗ പ്രാപ്തേ 30 വർഷഗതേ സതി ഊചുരൂർജേ സിതേ പക്ഷേ നവമ്യാം ബ്രഹ്മണഃ സുതാ. തസ്മാദപി കലൗ പ്രാപ്തേ 30 വർഷഗതേ സതി. തസ്മാദ് അപി കലൗ പ്രാപ്തേ, ഈ കലിവർഷം തുടങ്ങിക്കഴിഞ്ഞ് 30 വർഷശതേ, 30 എന്ന് പറഞ്ഞാൽ 30 വർഷം കഴിഞ്ഞപ്പോൾ ശതയല്ല ഗതയാണ്, ക്ഷമിക്കണം. 30 വർഷഗതേ, 30 വർഷം കഴിഞ്ഞപ്പോൾ ഊചുരൂർജേ സിതേ പക്ഷേ, സിതേ പക്ഷേ നവമ്യാം, അതായത് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ നവമിയിൽ ബ്രഹ്മണ സുതാഹ, ബ്രഹ്മാവ് തൻ്റെ പുത്രനായിട്ടുള്ള ശ്രീ നാരദ മഹർഷിക്ക് ഈ കഥ ഉപദേശിച്ചു കൊടുത്തു. ഊജുഹു ഊർജേ സിതേ പക്ഷേ നവമ്യാം, അതായത് കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷ നവമിയിൽ ബ്രഹ്മണ ഊജു, ആർക്ക്? സുതാ, തൻ്റെ പുത്രനായ ശ്രീ നാരദ മഹർഷിക്ക് ഈ ഭാഗവത കഥ പറഞ്ഞു കൊടുത്തു. ഇതിൽ നമുക്ക് കാണാം 3 കഥകളും നടക്കുന്നത് 3 ഇടത്താണെങ്കിലും ഇതെല്ലാം ശുക്ലപക്ഷ നവമിയിലാണ് നടക്കുന്നത് എന്ന് കാണാം. ഒന്ന് കന്നിമാസത്തിൽ ശ്രീശുക മഹർഷി പറഞ്ഞുവെങ്കിൽ ഗോകർണൻ കർക്കിടക മാസത്തിൽ പറഞ്ഞു. കാർത്തിക മാസത്തിൽ ബ്രഹ്മാവ് തൻ്റെ പുത്രനായിട്ടുള്ള ശ്രീ നാരദ മഹർഷിക്കായിട്ട് ഉപദേശിച്ചു കൊടുത്തു. എന്നാൽ ഇത് 3 തുടങ്ങിയത് ശുക്ലപക്ഷ നവമിയിലാണ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അങ്ങനെ 3 സപ്താഹ കഥാശ്രവണത്തിൻ്റെയും അല്ലെങ്കിൽ 3 സപ്താഹ കഥാവിവരണത്തിൻ്റെയും കാലം ഏതൊക്കെയാണ് എന്ന് നമുക്ക് കാണിച്ചു തന്നു. ഇനി നമുക്ക് ആ ശ്ലോകം ഒന്നുകൂടി നോക്കാം. തസ്മാദപി കലൗ പ്രാപ്തേ 30 വർഷഗതേ സതി ഊചുരൂർജേ സിതേ പക്ഷേ നവമ്യാം ബ്രഹ്മണഃ സുതാ. ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: തസ്മാത് അപിയാണ്, ദായുടെ ആകാരം ശ്രദ്ധിക്കുക. അതുപോലെ 30 വർഷഗതേ, 30 വർഷഗതേ, പദം പിരിക്കണ്ട, ദ്വ എന്ന അക്ഷരം അങ്ങനെ തന്നെ വായിക്കാൻ ശ്രമിക്കുക. 30 വർഷഗതേ. പിന്നെ അടുത്തത് ബ്രഹ്മണ സുതാ, 2 വിസർഗമുണ്ട്, പകുതി ആകാരത്തിൽ വായിക്കാൻ ശ്രമിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ആ ഒരു ശ്ലോകം വായിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളത്. ഇനി അടുത്തത് 97-ാമത്തെ ശ്ലോകമാണ്. അത് ഭഗവാൻ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഹരേ കൃഷ്ണ.